പാലാരിവട്ടത്തെ കോൺഗ്രസ് പ്രതിഷേധത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഹൈബിയുടെ MPയും 3 MLA-മാരും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 70 പേർക്കെതിരെയാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്നലെ പാതിരാത്രി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം, ഏതാണ്ട് 7 മണിക്കൂറോളം പോലീസ് സ്റ്റേഷൻ ഉപരോധം, മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം. ഇപ്പോൾ അത് കേസാകുമ്പോൾ വിവരങ്ങൾ എന്താണ് അശ്വിൻ? റിജിത്ത്, ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ കനക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ഉണ്ടായിരുന്ന ഒരു ചെറിയ സമരമായിരുന്നു. പിന്നീട് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തി. അതിനുശേഷമാണ് MLA-മാരും ഹൈബിയുടെ MPയും അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. ഇവരാവശ്യപ്പെട്ട രീതിയിൽ, അതായത് ഈ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് രണ്ടാമതും കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യം പോലും നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതോടുകൂടിയാണ് കൂടുതൽ നേതാക്കളടക്കം ഈ സമരത്തിന്റെ ഭാഗമായി മാറിയത്. എന്തായാലും ആ സംഭവത്തിലാണ് ഇന്നലെ പുലർച്ചെ ഏകദേശം 1:30 വരെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നേതാക്കൾക്കെതിരെ അടക്കം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹൈബിയുടെ MB ഒപ്പം ഇന്നലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഉമാ തോമസ് MLA, അൻവർ സാദത്ത് MLA അടക്കമുള്ള 3 MLA-മാർക്കെതിരെയും MPക്കെതിരെയും കേസുണ്ട്. കേസിൽ ഒന്നാം പ്രതി DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊണ്ടൊന്നും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഒന്നും തയ്യാറല്ല എന്ന് ഇന്നലെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടി ജില്ലയിലുണ്ട്. ഈ സംഭവം അതിനിടെയാണ് ഇപ്പോൾ പ്രവർത്തകർക്കെതിരെ അടക്കം കേസെടുത്തിരിക്കുന്നത്. ഈ സമരങ്ങളുടെ ഭാഗമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കണ്ടാലറിയാവുന്ന 70 പേർക്കെതിരെ കൂടി പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് പ്രകോപനപരമായ രീതിയിലുള്ളൊരു ഇടപെടലായി തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടർ പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് കൂടി അല്പസമയം മുമ്പ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 2 നവകേരള സദസ്സിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗത്ത് ഇതുകൂടി പ്രതിഫലിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ്. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.